അതുൽ സുഭാഷ് എന്ന വ്യക്തിയുടെ ആത്മഹത്യ നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയിരുന്നു. അതുൽ സുഭാഷിന്റെ വിഷയം റേസ് ചെയ്യുന്നവർക്ക് കിറ്റ് കാറ്റ് നൽകി രാഹുൽ ഗാന്ധി. വളരെ കൗതുകമുള്ള ഒരു ഇൻസിഡന്റ് ആണ്. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അതുൽ സുഭാഷിന്റെ മരണം ആത്മഹത്യ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി. എന്റെ സോഷ്യൽ മീഡിയ മാനേജർ ശുഭം അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞ് എനിക്കൊരു ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു. എനിക്കത് വായിച്ച് വിഷമം കാരണം 1-2 പ്രാവശ്യം എടുക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത്രമാത്രം വേദനാജനകമാണ്. അതുൽ സുഭാഷിനെ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ വീട്ടുകാരെല്ലാം പല കള്ളക്കേസുകളും കൊടുത്തു. ഒരുപാട് കാശ് അദ്ദേഹത്തിന്റെ മേടിക്കാൻ ശ്രമിച്ചു. ഇദ്ദേഹത്തിന്റെ മകനെ പോലും ഇദ്ദേഹത്തിനെ കാണാൻ സമ്മതിച്ചില്ല. അവസാനം വേദനിച്ച് ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് രാജ്യത്ത് പുരുഷന്മാരുടെ റൈറ്റ്സിനെ കുറിച്ച്, ആണുങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് വലിയൊരു ചർച്ച തന്നെ തുടങ്ങി. സുപ്രീം കോടതി അടക്കം ഇടപെട്ടു. വളരെ പോസിറ്റീവായ ഒരു കാര്യമായിരുന്നു. ഇപ്പോ അതുൽ സുഭാഷിന്റെ കേസിൽ കിറ്റ് കാറ്റ് നൽകി രാഹുൽ ഗാന്ധി. Please sir. Please. Suicide sir. हाँ वो पूछ रहा है. He committed suicide sir. False case. वो खुद ही पूछ रहे हैं हमसे पूछ रहे हैं, बात करना चाह रहे हैं. आप स्लो रखो गाड़ी. इनसे बात मत करो, आप स्लो करो. वो ला रहा है गाड़ी आगे. तुम वीडियो तो बनाओ. वीडियो. Sir, he died by suicide because of false cases, misuse of laws. Atul Subhash. Just Google. Atul Subhash. He had 9 cases on him. Yeah. Thank you, sir. ഒരു ആക്ടിവിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ്, അതും നമ്മുടെ സ്ത്രീകളോട് ഏറ്റവും നന്മയും സ്നേഹവും തോന്നുന്നതാണ്. പലപ്പോഴും സ്ത്രീകളാണ് അത് ലീഡ് ചെയ്യുന്നത്. ആ എല്ലാ സ്ത്രീകൾക്കും പ്രണാമം അർപ്പിക്കുന്നു. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതുൽ സുഭാഷിന്റെ ഈ വിഷയം റേസ് ചെയ്തുകൊണ്ട് ശക്തമായ രീതിയിൽ ഒരു പോരാട്ടം നയിക്കുകയാണ്. ദീപിക നാരായൺ ഭരദ്വാജ്, ഞാനൊക്കെ പലതവണ ചർച്ചയ്ക്ക് ഇരുന്നിട്ടാണ് മാഡത്തിനോട്, അവരടക്കം പല ആൾക്കാരും ഈ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ ലഭിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയുടെ കാറിനൊപ്പം പോയി. ഇവരെ ഒരു MP-മാരും കാണാൻ തയ്യാറായിട്ടില്ല. ശ്രദ്ധിക്കണം, BJP-യിലെയും കോൺഗ്രസിലെയും ഒരു MP-മാരും ഈ അതുൽ സുഭാഷിന്റെ ഇത്രയും പ്രശ്നമുണ്ടാക്കിയ ആത്മഹത്യയുടെ കാര്യത്തിൽ പോലും ഇവരെ കാണാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ അതുൽ സുഭാഷിന്റെ മരണത്തെക്കുറിച്ച് ഒരു മീറ്റിങ്ങിന് പോകുന്ന വഴി രാഹുൽ ഗാന്ധിയുടെ കാർ ഇവർ കണ്ടു. കാറിന്റെ അടുത്തേക്ക് ഓടിച്ചു. രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റി ഇവരോട് ചൂടായി ഷൗട്ടിയൊക്കെ ചെയ്തെങ്കിലും രാഹുൽ ഗാന്ധി ഇവരെ കേൾക്കാൻ തയ്യാറായി. കാറിലിരുന്നാണ് കേൾക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ ദീപിക നാരായൺ ഭരദ്വാജും മറ്റും ആ കാറിൽ, ദീപിക നാരായൺ ഭരദ്വാജ് അതോടൊപ്പം രുചി കോക്ച, ഇവരൊക്കെ കാറിൽ ഇരുന്ന് തന്നെ രാഹുൽ ഗാന്ധിയോട്, 2 കാറുകളിലായിരുന്നു രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുകയും ഈ വിഷയം റേസ് ചെയ്യുകയും ചെയ്തു. രാഹുൽ ഗാന്ധി അപ്പോൾ അവർക്കൊരു കിറ്റ് കാറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അതവർക്ക് വളരെ സന്തോഷം തോന്നി. ഈ ദീപിക നാരായൺ ഭരദ്വാജ് അല്ലെങ്കിൽ പൊതുവെ കുറച്ച് റൈറ്റ് ലീനിങ് വ്യക്തികളാണ്, പക്ഷെ അവരോട് പോലും സ്നേഹത്തിന്റെ ഭാഷയിൽ ഇടപെട്ട രാഹുൽ ഗാന്ധിക്ക് പ്രണാമം. രാഹുൽ ഗാന്ധി അവർക്ക് നൽകിയ കിറ്റ് കാറ്റ് അവർക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഷാഡോ പ്രൈം മിനിസ്റ്റർ ആ വിഷയത്തെ ശ്രദ്ധിച്ചു, അതിന് വാർത്താമൂല്യം വർദ്ധിപ്പിച്ചു. രാജ്യത്തിലെ കൂടുതൽ മെൻസ് റൈറ്റിനെ കുറിച്ചുള്ള ഈ പോരാട്ടത്തിന് അദ്ദേഹത്തിന്റെ ഈ കിറ്റ് കാറ്റ് ഉപകാരം ചെയ്യുമെങ്കിൽ അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ദയവായി ശ്രദ്ധിക്കുക, ഈ നാട്ടിൽ സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട്, നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ പുരുഷന്മാർക്കും അവകാശങ്ങളുണ്ട്. അവർക്കും ജീവിക്കാനുള്ള, അവർക്കും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് എങ്കിലും കൊടുക്കണം. തികച്ചും ഏകപക്ഷീയമായ സ്ത്രീപക്ഷ നിയമങ്ങൾ കാരണം പുരുഷന്മാർ പലപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ്. കള്ളക്കേസുകൾ അവർക്കെതിരെ കൊടുക്കുകയാണ്. വ്യാജ ഗാർഹിക പീഡന കേസുകൾ, വ്യാജ ഡൗറി കേസുകൾ, വ്യാജ റേപ്പ് കേസുകൾ, ഇതെല്ലാം കാരണം പുരുഷന്മാരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ വിഷയങ്ങൾ റേസ് ചെയ്യുന്ന നമ്മുടെ വനിതാ പോരാളികളായ ദീപിക ഭരദ്വാജ് അടക്കമുള്ള എല്ലാവർക്കും ഒരു പുരുഷൻ എന്ന രീതിയിൽ പ്രണാമം അർപ്പിക്കുന്നു. അവർക്ക് കിറ്റ് കാറ്റ് കൊടുത്ത് പ്രോത്സാഹനം നൽകിയ ശ്രീ രാഹുൽ ഗാന്ധി. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.